മുക്കം ടൗണിൻ്റെ 2.5 കിലോമീറ്ററിനിടെ പാതി വഴിയിൽ മുടങ്ങിയ 7ഓളം പദ്ധതികൾ ചൂണ്ടിക്കാട്ടി UDF പ്രവർത്തകർ വികസന നടത്തം സംഘടിപ്പിച്ചു. മുക്കം CHCക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച നടത്തം മാമ്പറ്റ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. അവഗണനയും അനാസ്ഥയും മൂലം സ്തംഭനാവസ്ഥയിലായ വികസന പ്രവർത്തനങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയാണ് ഒരു സംഘം UDF പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മുക്കത്ത് വികസന നടത്തം സംഘടിപ്പിച്ചത്. 60 വർഷം പഴക്കമുള്ള മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ വളപ്പിൽ നിന്നായിരുന്നു യാത്ര തുടങ്ങിയത്. ആശുപത്രി വികസനത്തിന് 10 വർഷം സമയമെടുത്ത് തയ്യാറാക്കിയ പ്ലാനും എസ്റ്റിമേറ്റും വെച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തറക്കല്ലിടൽ നടത്തിയതായി UDF പ്രവർത്തകർ ആരോപിക്കുന്നു. നിലവിൽ ആശുപത്രിയുടെ കുറേ ഭാഗം പൊളിച്ചിട്ടിരിക്കുകയാണ്. നിർമ്മാണ ജോലി ആരംഭിച്ചിട്ടില്ല. 100 കണക്കിന് രോഗികൾ നിത്യേന ബുദ്ധിമുട്ടുകയാണെന്നും 2016 തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനം ഇപ്പോഴും പാലിക്കാത്തതാണ് ജനരോഷത്തിന് കാരണമെന്നും UDF പ്രവർത്തകർ പറയുന്നു. മുക്കം പോലീസ് സ്റ്റേഷന് വേണ്ടി 2021 മുഖ്യമന്ത്രി തറക്കല്ലിട്ട കെട്ടിടത്തിലേക്ക് യുവാക്കൾ വിരൽ ചൂണ്ടി. പണമില്ലാത്തതുമൂലം 1 വർഷമായി നിർമ്മാണം സ്തംഭിച്ചിട്ടും MLA യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം. മുക്കമങ്ങാടിയിൽ 2 വർഷമായി കുടിവെള്ള വിതരണം സ്തംഭനാവസ്ഥയിലാണ്. മുക്കം ഹൈസ്കൂളിനടുത്ത് വാട്ടർ അതോറിറ്റിയുടെ 40 വർഷം പഴക്കമുള്ള ടാങ്കിനടുത്തേക്കായിരുന്നു പിന്നീട് നടന്നത്. ജൽജീവൻ പദ്ധതിയും മുക്കത്ത് യാഥാർത്ഥ്യമാക്കാൻ MLA താൽപ്പര്യമെടുത്തില്ലെന്നും UDF പ്രവർത്തകർ ആരോപിച്ചു. 4.5 കോടി ചെലവിൽ കുറ്റിപ്പാലയിൽ 42 പേർക്ക് വേണ്ടി പണിത ഭവന സമുച്ചയം കാട് കയറി കിടക്കുന്നത് ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ മൂലമാണെന്ന് യുവാക്കൾ ചൂണ്ടിക്കാട്ടി. 75% പണി പൂർത്തീകരിച്ച ഫ്ളാറ്റുകൾ ഇപ്പോൾ തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമാണ്. നിരവധി സർക്കാർ ഓഫീസുകൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുക്കത്ത് UDF ഭരണകാലത്ത് പണിത മിനി സിവിൽ സ്റ്റേഷന് ഒരു നില കൂടി പണിയാൻ 2023-2024 വർഷത്തെ ബജറ്റുകളിൽ പണം വകയിരുത്തിയെങ്കിലും MLA യാതൊരു തുടർ നടപടിയും എടുക്കാത്തത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. മാമ്പറ്റയിൽ 4 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ പ്രതിഷേധ പന്ത് തട്ടിയായിരുന്നു വികസന നടത്തം സമാപിച്ചത്. വാക്ക് ഫോർ ഡെവലപ്മെന്റ് എന്ന പരിപാടിയുമായിട്ട് UDFന്റെ പ്രവർത്തകർ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ഒരുപാട് വികസനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് റീൽസ് ഇട്ട് കളിക്കുന്ന MLAക്ക് പ്രതിഷേധമായിട്ട് ഇന്ന് തിരുവമ്പാടി മണ്ഡലത്തിൽ മുക്കം മണ്ഡലത്തിൽ തന്നെ MLAയുടെ മൂക്കിനടിയുള്ള വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDFന്റെ പ്രവർത്തകർ അതിരാവിലെ 6:30 തുടങ്ങിയ യാത്രയാണെന്ന്. നിങ്ങൾക്കറിയാം, മലയോര മേഖലയിലെ ഏക ആശ്രമമായിരുന്ന ഹെൽത്ത് സെന്റർ ഇന്ന് 10 വർഷമായി പ്രതിസന്ധിയിലാണ്. ഇതുവരെ MLAക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 10ഓളം വർഷങ്ങളായി പണികൾ ആരംഭിച്ച മുക്കം പോലീസ് സ്റ്റേഷൻ പ്രതിസന്ധിയില്ല, ഇതുവരെ തുടർച്ച നിൽക്കാനില്ല. ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന ഈ സ്റ്റേഡിയം കോടിയോളം വില മുടക്കി, സർക്കാർ മുടക്കി, ഒരുപാട് കളിക്കുന്ന കളിസ്ഥലം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ കളച്ചിട്ടുകൊണ്ട് ഇത് കളിക്കാൻ പോലും കുട്ടികൾക്ക് സാധിക്കാത്ത സ്റ്റേഡിയം ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 6 കോടിയോളം പദ്ധതി ഉണ്ടാക്കിയ 42 കുടുംബങ്ങളെ വയ്യാധാരമാക്കി സമുച്ചയം അതും പ്രതിസന്ധിയിലായി. അതുപോലെ തന്നെ മുക്കത്ത് 8ഓളം മേഖലകളിൽ പ്രതിസന്ധിയിലായി വികസനങ്ങൾ മുരടിപ്പിലാക്കിയ MLAക്ക് വേണ്ടിയുള്ള പ്രതിഷേധ നടത്തമാണ് ഇന്ന് UDF നടത്തിയിരിക്കുന്നത്. യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്നാണ് വികസന യാത്ര സംഘടിപ്പിച്ചത്. ജനപ്രതിനിധിക്ക് വികസന നായകൻ എന്ന പട്ടം ചാർത്തിയവർ മുക്കം പ്രദേശത്തെ വികസന മുരടിപ്പിന് മറുപടി പറയണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മുക്കത്ത് 2.5 കിലോമീറ്ററിനുള്ളിൽ അവഗണനയുടെയും കെടുകാര്യസ്ഥതയുടെയും 7 സ്മാരകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ടീം UDF വാക്ക് ഫോർ ഡെവലപ്മെന്റ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിക്ക് നിഷാബ് മുല്ലോളി, AM അബൂബക്കർ, വേണു കല്ലുരുട്ടി, പ്രേമരാജൻ, ഷെരീഫ് പെണ്ണക്കോട്, ലെറിൻ റാഹത്ത്, ജുനൈദ് പാണ്ടികശാല, MK യാസർ, പ്രഭാകരൻ മുക്കം തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി. ആശുപത്രിയുടെ വികസനം വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയവർ കടുത്ത വഞ്ചനയാണ് നമ്മോട് കാണിച്ചത്. 10 വർഷമെടുത്ത് തയ്യാറാക്കിയ പ്ലാനും എസ്റ്റിമേറ്റും വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.